നമസ്കാരം. ദേവേന്ദുവിന്റെ മരണം സ്ഥിരീകരിച്ച പോലീസ് ശ്രീധുവിന്റെ മുഖത്തെ ഭാവം തന്നെയാണ് ശ്രദ്ധിച്ചത്. തന്റെ കുഞ്ഞു മരിച്ചതിന്റെ യാതൊരു വേദനയുടെ ലാഞ്ചന പോലും അവരുടെ മുഖത്തുണ്ടായിരുന്നില്ല. ഇതോടെ തന്നെയാണ് പോലീസ് ഇതിൽ അമ്മയ്ക്ക് പങ്കുണ്ടെന്ന് ഉറപ്പിക്കുന്നത്. ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിന് തന്റെ സഹോദരൻ ഹരികുമാറുമായി തന്നെ വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. വഴിവിട്ട ബന്ധം തന്നെയായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നതും അതിന്റെ തെളിവുകളുമൊക്കെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. ഈ സംഭവത്തിലേക്ക് അന്വേഷണത്തിനിറങ്ങിയ പോലീസിന് ഇതിന്റെ പിന്നാലെ വരുന്നത് വയ്യാവേലി തന്നെയായിരിക്കുമെന്ന് ഉറപ്പായിരുന്നു. ആ ശ്രീധുവിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസുകാരൻ പീഡിപ്പിച്ചു എന്ന വിവരം പുറത്തു വരുന്നത്. അതിൽ ഞെട്ടാൻ പോലീസ് തയ്യാറായിരുന്നില്ല. കാരണം ഇതല്ല, ഇതിന്റെ അപ്പുറം തന്നെ ഉണ്ടാകുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. എന്തായാലും ശ്രീധുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസുകാരനെതിരെ ബാലരാമപുരം പോലീസ് ബലാത്സംഗത്തിനും പണാപഹരണത്തിനും കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിലും തുടർ നടപടികൾ കരുതലോടെ മാത്രമേ ഉണ്ടാകൂ. തിരുവനന്തപുരം റൂറൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ് കുമാറിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ ക്രൈം 171/2025 നമ്പറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ ഭാരതീയ ന്യായ സംഹിത BNSലെ 74 സ്ത്രീയുടെ മാനത്തിന് ഭംഗം വരുത്തുക, 332C കുറ്റകൃത്യം ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി അതിക്രമിച്ചു കടക്കുക, 64 ബലാത്സംഗം, 351(2) വ്യാജ പ്രചാരണം, 308(2) പണാപഹരണം, IT ആക്ട് 66D കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള വ്യക്തിഹത്യ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ പലതും ജാമ്യമില്ലാ കുറ്റങ്ങളാണ്. കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഗിരീഷ് കുമാറിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. 45 ദിവസത്തെ ലീവ് എടുത്ത് മുങ്ങിയിരിക്കുകയാണ് ഇയാൾ. അന്വേഷണ സംഘത്തിന് നൽകിയ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസുകാരനെതിരെ ബാലരാമപുരം പോലീസ് കേസെടുത്തു. പരശുവൈക്കൽ സ്വദേശിയാണ് ഗിരീഷ്. പോലീസുകാരനെതിരെ കേസെടുത്തെങ്കിലും കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാനാകൂ എന്ന് ബാലരാമപുരം പോലീസ് ഇൻസ്പെക്ടർ ധർമ്മജിത്ത് പറഞ്ഞു. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിലാണ് ഗിരീഷ് കുമാർ ജോലി ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ പോലീസ് മേധാവിയുടെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റിയിരുന്ന ഇയാളായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ബന്ദോബസ്ത് ഡ്യൂട്ടി, VIP വിസിറ്റ് എന്നിവയുടെ എല്ലാം ചുക്കാൻ പിടിച്ചിരുന്നത് ഗിരീഷ് കുമാർ ആയിരുന്നു. മുൻ ജില്ലാ പോലീസ് മേധാവി കൊല്ലത്തേക്ക് സ്ഥലം മാറിപ്പോയപ്പോൾ അവിടേക്ക് സ്ഥലം മാറ്റം വാങ്ങി പോകാനും ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. കുട്ടിയുടെ കൊലപാതക കേസിന്റെ അന്വേഷണ ഭാഗമായി അമ്മയെ ചോദ്യം ചെയ്തപ്പോഴാണ് ബലാത്സംഗ വിവരം പുറത്തു വരുന്നത്. ഗിരീഷ് കുമാർ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത് നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 39 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു മൊഴി. ഗിരീഷ് കുമാറിന്റെ ഉന്നതങ്ങളിലെ സ്വാധീനം അറിയാമായിരുന്ന ബാലരാമപുരം പോലീസ് കേസെടുക്കാൻ ആദ്യം മടിച്ചു നിന്നു. ഇപ്പോഴത്തെ ജില്ലാ പോലീസ് മേധാവി K സുദർശന്റെ ഇടപെടലോടെയാണ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ പ്രതിയെ പിടികൂടാൻ കാര്യമായ ശ്രമങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. കൊലക്കേസിൽ പ്രതി ആയില്ലെങ്കിലും ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് കുട്ടിയുടെ അമ്മ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് ഷിജു എന്നയാളിൽ നിന്ന് 10 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന പരാതിയിലായിരുന്നു അറസ്റ്റ്. ഷിജുവിന് വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കി നൽകിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ജനുവരി 30-നാണ് 2 വയസ്സുകാരിയായ കുട്ടി വീടിനടുത്തുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അച്ഛനും അമ്മയോടുമൊപ്പം ഉറങ്ങാൻ കിടന്ന കുട്ടിയുടെ മൃതദേഹം രാവിലെ കിണറ്റിൽ കണ്ടെത്തുകയാണ് ചെയ്തത്. കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ ഹരികുമാർ ഈ കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തു. അമ്മയോടുള്ള വ്യക്തിവിരോധം തീർക്കാനായി കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊല്ലുകയായിരുന്നു എന്നാണ് ഹരികുമാറിന്റെ കുറ്റസമ്മതം. സ്വന്തം സഹോദരിയോടുള്ള വഴിവിട്ട താല്പര്യമാണ് ഇത്തരമൊരു കൊലയ്ക്ക് കാരണമായതെന്നാണ് പോലീസിന്റെ അനുമാനം. അതിനിടെ ശ്രീധു ജോലി വാഗ്ദാനം ചെയ്ത് 5 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് പറഞ്ഞ രതീഷ് എന്നയാൾ പോലീസിൽ പുതിയ പരാതി നൽകി കഴിഞ്ഞു. കളക്ടറേറ്റിൽ ജോലി സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞാണ് ശ്രീധു പണം വാങ്ങിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീധുവിനെതിരെ മറ്റൊരു കേസെടുത്തതായിട്ടും പോലീസ് പറഞ്ഞു. ഈ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ശ്രീധുവിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി കോടതിയിൽ അപേക്ഷ നൽകുമെന്നാണ് ഇൻസ്പെക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ മരണത്തിലെ ദുരൂഹത ചുരുളഴിയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിനിപ്പോൾ അമ്മയുടെ സഹോദരനായാലും അമ്മ തന്നെയായാലും ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അമ്മയ്ക്ക് സ്വന്തം സഹോദരനുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടെന്ന് കേട്ടപാടെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും പൊതുജനവും ഒരുപോലെ ഞെട്ടിയതാണ്.
എങ്ങും കേട്ടുകേഴ്വിയില്ലാത്ത കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തുന്നത്. പലതും വഴിവിട്ട ബന്ധങ്ങൾ. പക്ഷെ ഈ വഴിവിട്ട ബന്ധങ്ങളിൽ അമ്മയും സഹോദരനും തമ്മിലുള്ളത് എന്ന് പറയുമ്പോൾ മനുഷ്യ മനസ്സ് ആകെ ഞെട്ടുകയാണ്. ഒരു കുട്ടിയുടെ ജീവൻ അപഹരിക്കാൻ മാത്രമുള്ള കാമത്വര ഈ അമ്മയ്ക്കും അമ്മാവനും ഉണ്ടായിരുന്നോ എന്നുള്ളതും ചോദ്യചിഹ്നമാണ്. ഇതിൽ വന്നു ചേരേണ്ടിയിരുന്ന ലിവിംഗ് ടുഗദറുകാരനെ കുറിച്ച് ഇപ്പോൾ യാതൊരു വിവരവുമില്ല. എന്തുകൊണ്ടാണ് ലിവിംഗ് ടുഗദറുകാരനെ കുറിച്ച് അന്വേഷണം നടക്കാതെ പോയത് എന്നുള്ളതും പുറത്തു വരേണ്ടത് തന്നെയാണ്. ശംഖുമുഖം ദേവിദാസനെ പോലീസ് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തതാണ്. ജ്യോതിഷിയായിട്ടുള്ള ശംഖുമുഖം ദേവിദാസൻ പ്രസ് ക്ലബിൽ പ്രസ് മീറ്റ് നടത്തുകയും തന്റെ അവസ്ഥ എന്താണോ എന്നുള്ളതൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഇയാളെയും അന്വേഷണ പരിധിയിൽ നിന്ന് എങ്ങനെ ഒഴിവായി എന്നുള്ളതും പുറത്തു വരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, സ്വന്തം അമ്മ സഹോദരനുമായിട്ട് വഴിവിട്ട ബന്ധം തുടർന്നു കൊണ്ടിരുന്ന അമ്മ ഒരു പോലീസുകാരനുമായി ചേർന്ന് മറ്റൊരു കള്ളക്കളിക്ക് ഒരുങ്ങിയതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തൽ എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്, പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഈ സ്ത്രീക്ക് ഏത് രീതിയിലും പണമുണ്ടാക്കുക എന്നുള്ള ഒരു ജ്വരമല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഈ സ്ത്രീ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പോലീസുകാരനെതിരെയുള്ള പരാതിയിൽ പോലീസുകാരന്റെ ഭാഗം കൂടി വന്നാലേ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയൂ. നന്ദി.